ഷാൻചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് ആൽഫി സിജോയാണ്. ആൽഫി നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ഭക്തിഗാനം പാടാൻ പോവാ. അതൊന്ന് കേൾക്കാം. ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ സൂര്യനായി വന്നുവൻ ജീവിതത്തിൽ ദുഃഖാർത്ഥമാമിൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ സൂര്യനായി വന്നുവൻ ജീവിതത്തിൽ ദുഃഖാർത്ഥമാമിൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. ദുർമുഖമെന്നെ നിലയ്ക്കാതെ ദംശിച്ചു ആത്മാവ് മൃത്യുവിൻ പിടിയിലായി. ദുർമുഖമെന്നെ നിലയ്ക്കാതെ ദംശിച്ചു ആത്മാവ് മൃത്യുവിൻ പിടിയിലായി. രക്ഷകാ നീ എന്നിൽ ജീവൻ ചൊരിഞ്ഞല്ലോ, ഉത്ഥാന ഭാഗ്യവും നൽകിയല്ലോ. രക്ഷകാ നീ എന്നിൽ ജീവൻ ചൊരിഞ്ഞല്ലോ, ഉത്ഥാന ഭാഗ്യവും നൽകിയല്ലോ. ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ സൂര്യനായി വന്നുവൻ ജീവിതത്തിൽ ദുഃഖാർത്ഥമാമിൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. ശിക്ഷാർഹരായി ആരെയും തള്ളാതെ വിശ്വാസം വഴിയായി രക്ഷ നേടാം. ശിക്ഷാർഹരായി ആരെയും തള്ളാതെ വിശ്വാസം വഴിയായി രക്ഷ നേടാം. പുത്രനെ നൽകിയ ദൈവപിതാവിൻ്റെ സ്നേഹാതിരേകം എന്തകാതം. പുത്രനെ നൽകിയ ദൈവപിതാവിൻ്റെ സ്നേഹാതിരേകം എന്തകാതം. ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ സൂര്യനായി വന്നുവൻ ജീവിതത്തിൽ ദുഃഖാർത്ഥമാമിൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. ഇനി ഒരു മലയാളം കവിത കേട്ടാലോ? നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ ചുടുകാട്ടിൽ മരണം കാത്തുകിടക്കുന്ന വാസവദത്തെ ഉപഗുപ്തൻ കാണാനെത്തുന്ന സന്ദർഭമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി, സിരകൾ റിക്തമായി പ്രാണപാശമറുമാറായി. അക്കിടപ്പിലും അവളായുവമുനെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല. രാഗവൈഭവം കണ്ടോ അഥവാ ഇവൾക്കെഴുമി ഭാവബന്ധബലത്താൽ താൻ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാം. അന്തിമമാ മണമർപ്പിച്ചടിവായ് മലർക്കാക്കില്ലേ
ഗന്ധവാഹനേ. രഹസ്യമാർക്കറിയാവൂ, പുടം വരണ്ടു പറ്റിയ പോള പണിപ്പെട്ടു ചെറ്റുവിടർത്തും. കണ്ണിലവന്റെ കാന്തി വീഴവേ അവൾ തൻ പാണ്ഡുമുഖത്തിൽ അന്തി വിണ്ണിലെന്ന പോലെ എവിടുന്നോ ചാടിയെത്തി രക്തരേഖകൾ. മരവിച്ചു മർമ്മസന്ധി നിറയരക്ഷണ മന്ദക്കരണം വേദന വിട്ടു നിൽക്കവേ തൻ വിസ്മരിക്കുന്നു പൂർവരാഗമവനെ നോക്കിക്കണ്ണാൽ താൻ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം. വിറഞ്ഞന്തർഗദ്ഗതമായി വിളങ്കത്തിലെഴും പ്രാവിൻ വിരുദം പോലെ മൃദുവായി വ്യക്തഹീനമായുരയ്ക്കുന്നു മുണ്ടവൾ. താനുടൻ കൈകൾ പിന്നിൽ ചേർത്താഞ്ഞരികിൽ കുനിഞ്ഞു നിൽക്കും അവനോടേതോ അനുനാസികാവികലമന്തരോഷ്ടലീനദീനസ്വരം. അമ്മൊഴി ഇതര ശ്രാവ്യമല്ലഹോ. അനുകമ്പ കലർന്നതി ശ്രാവകൻ സ്രവിപ്പൂ നമുക്കനുമിക്കാം അവനോതുമുത്തരങ്ങളാൽ. ഇല്ല, ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലേ. അല്ലൽ നീ എന്നെ ചൊല്ലിയാർന്നിടായിടോ. ശോഭന കാലങ്ങളിൽ നീ ഗമ്യയായില്ലെനിക്കു നിൻ സൗഭഗത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ. അറിയുന്നുണ്ടെങ്കിലും ഞാൻ അകൃത്രിമ പ്രണയത്തിനുറവൊന്നു നിന്നുൾക്കാമ്പിലൂറി നിന്നതും മുറയോർക്കുമ്പോൾ അതു നിൻ മഹിത ഗുണമെന്നോർത്തു നിറയുന്നുണ്ടെനിക്കുള്ളിൽ നന്ദിതാനുമേ. പരമവിപത്തിങ്കലും പരിജനം നിന്നെ വിട്ടു പിരിയാതിങ്ങണഞ്ഞഹോ. പരിചരിച്ചു ചൊരിയുമി കണ്ണുനീർ നിൻ സ്ഥിരദാക്ഷിണ്യശീലത്തെ ഉര ചെയ്യുന്നുണ്ടതും ഞാൻ ഓർക്കുന്നുണ്ടെടോ. നിയതം സ്നേഹയോഗ്യനി നിജവൃത്തി വശയാൽ ദുർനിയതിയാൽ ഘോരകൃത്യം ചെയ്തു പോയല്ലോ. ദയനീയം നീ എന്ന ധനദാഹവും സൗന്ദര്യസ്മയവും. ഹാ മുക്തേ, നിന്നെ വഞ്ചിച്ചായല്ലോ. ഹാ മുക്തേ, നിന്നെ വഞ്ചിച്ചായല്ലോ. ഇനി ആൽഫി ഒരു കുട്ടിക്കഥ പറയാൻ പോവാ, അതൊന്ന് കേക്കാം. ഒരിക്കൽ 2 കൂട്ടുകാര് മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടികൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ തിരിച്ച് അവനോടൊന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്ന് എൻ്റെ കൂട്ടുകാരൻ എന്നെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഒരു നദി കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവർ അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ വീഴാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ ഒരു കല്ലിലെഴുതി, ഇന്നെൻ്റെ പ്രിയ കൂട്ടുകാരൻ എന്നെ രക്ഷിച്ചു. അവനെ അടിച്ചവനും അവൻ്റെ ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ അത് മണലിലെഴുതി. ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് അത് കല്ലിലെഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അത് മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റ്
അതിനെ മായ്ച്ചു കളയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മൾ അത് കല്ലിൽ കുത്തിവെക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്തതുപോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മുടെ സുഹൃത്ത് ബന്ധം നിലനിർത്തണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുവാനും മറക്കുവാനും നാം തയ്യാറാകണം. നല്ല കാര്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ശ്രമിക്കണം. ഇനി ഒരു കന്നഡ പദ്യം കേട്ടാലോ? ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಈ ಪದ್ಯಭಾಗವೊಂದು ಲಕ್ಷ್ಮೀಶ ಕವಿಯ ಜೈಮಣಿ ಭಾರತದಿಂದ ಆಯ್ದುಕೊಳ್ಳಲಾಗಿದೆ. ಮಡಿದಿಗ ಮಂತ್ರಿಸುದರು ಜೀವಿಸಲಿ ಎಂದು ಚಂದ್ರಹಾಸನು ದೇವಿಯಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವ ಸನ್ನಿವೇಶ. ಚಂಡಿಕಾಲಯ ಕಹಿಳ ಜನ ಸಹಿತ ನಡಿತಂದು ದಿಂಡು ಗಡಿದಿಹ ಮಾವ ಮೈತುಣರ ಹಾನಿಯಂ ಕಂಡು ಕಡು ಸೋಗದಿಂ ದುರೆನೊಂದು ಚಂದ್ರಹಾಸಂ ದೇವಿಯಂ ನೋಡುದೇ. ಖಂದಿಸಿದಳವು ತನ್ನ ಭಾಗ್ಯವಂ ತಪ್ಪಾವುದು ಹಂಡಲೆದು ಪಡೆವನಿವರ ಸುಕಳುಂ ಮೀರಿದೊಡೆ ಪುಂಡರೀಗಾಂಬನ ಸಾಯೋಜಮನಗಾಹಲಿಂದು ನಿಶ್ಚಿತನಾದನು. ಹೇಳಲೈನೆ ಪಾರ್ಥ ಚಂದ್ರಹಾಸಂ ಬಳಿಗ ಬಾಳಿಂದ ನಿಜ ದೇಹ ಮಾಂಸಮಂ ಕೊಯ್ದು ಬೇಳೆ ಪೂರ್ಣ ಹುದಿಗ ಶಿರವನರಿದ ಬೆನಿಂದು ಖಡ್ಗಮಂ ಗೋಣ್ಕೆ ಪೂಡಿ ಕಾಳಿ ನೀನಗಿಲ ಶಕ್ತಿಗಳ ರೂಪಂಗಳು ತಾಳಿ ಸರ್ವಾನ್ಮಕನ ಕೂಡಿ ರಮಿಸುವೇಳ ವ್ಯಾಳ ಸಾಯಿಗೆ ಸಮರ್ಪಿತವಾಗಲಿ ಒಪ್ಪುಗೊಳ್ಳೆಂದು ಹರಿಯಳನು ವಾದನು. ವೆಚ್ಚಿದಂ ದಸವ ಪೀಠವನಳಿದು ರುದ್ರಾಣಿ ಚೆಚ್ಚರದೊಳೆ ತಂದು ಕೈಯ ಬಾಳಂ ಪಿಡಿದು ನಿಚ್ಚಡದ ಹರಿಭಕ್ತಿಗಾಂ ಪ್ರೀತಿಯಂ ತಳಿದನ್ ಆತ್ಮವದಿ ಬೇಡ ನಿನಗೆ. ಪೆಚ್ಚಿದ ಕುಮಂದ್ರ ಪಾಪ ತುಳಲಿದ ನೀ ಮಂದ್ರೆ ಮೆಚ್ಚಿಸಿದನ ಸುವನಾಥನ ಸುತಂ ನಿನಗಾಗಿ ಮೆಚ್ಚಿಸಿದ ನೀ ಮಗನೇ ಭಯಗಿಯಂ ಪೇಳು 2 ವರವನಿತ್ತ ಪೆನಿಂದಳು. ದೇವಿಯ ಪದಾಂಬುಜ ತೊಳಿನಗೆ ಕೈ ಮುಗಿದು ನಿಂದು ಆವಾವ ಜನ್ಮ ಜನ್ಮಾಂತರ ತೊಳಿನಗೆ ರಾಜೀವನಾವಣ ಭಕ್ತಿ ತೊರಕೊಳ್ಳಲಿ ಇದೊಂದು ಮಡಿದಿಗ ಮಂತ್ರಿಸುತ್ತರೂ ಜೀವಿಸಲಿ ಇದೊಂದು. ಈಗಳೆಂತೆರಡು ವರಮಂ ಕೃಪಾವಲೋಕನ ತೊಳಿತ್ತ ಬೊದಿಂದು ಮತ್ತೆ ಚರಣಾವನ ತಣಾಗಲ್ಕಿ ಪಿಡಿತ ತಿಕ್ಷದ ಬಡಗೆ ಮೈ ತಡವು ತಿಂತಿಂತಳು. ಜಗದೊಳ ರಚ್ಚುದ ಪ್ರೀತಿಯಂ ಮಾಡುವರ್ ಮಗನೇ ತನಗಿಷ್ಟರವರ್ ಆ ಬಾಲೆ ತಿಂದೆ ನೀ ನಗದರರ್ ಧ್ಯಾನ ಬರನಾಗಿರ್ಪೆ. ನಿನ್ನ ಚರಿದವನೋದಿ ಕೇಳುವವರ್ಗೆ ಮಿಗಿ ವರ್ಧಿಪುದು ಮುಕುಂದಾಭಿರದಿ ಮುಂದೆ ಕಲಿಯುಗ ತೊಳಿನ್ನಾಜ್ಞೆಯಿದು ಹರಿಭಕ್ತಿ ನಿನಗೆ ವಿಡವೆಗೆಯಾಗ ನಿರ್ಧಪುದೇ. ನಿನ್ನ ವಾಚಿತಗೆ ಇನ್ನು ತಡೆಯುಂಟೆ ಹೇಳಿಂದಳು. ತಾಯೇ ಪಾರ್ವತಿ ಪರಮ ಕಲ್ಯಾಣಿ ಸಂಗರ ಪ್ರಿಯೆ ಸರ್ವೇಶ್ವರಿ ಜಗನ್ಮಾತೆ ಸನ್ಯುತ ಛಾಯೆ ಸಾವಿತ್ರಿ ಶಾರದೆ ಸಕಲ ಶಕ್ತಿ ರೂಪಿಣಿ ಕಾಳಿ ಕಾತ್ಯಾಯಿನಿ ಶ್ರೀಯೇ ವೈಷ್ಣವಿ ವರದೆ ಚಂಡಿ ಚಾಮುಂಡಿ ನಿರಪಾಯೆ ಬೀಕವಾಗ ಮಾರ್ಚಿದೆ ಮಂತ್ರಮೈ ಮಹಾಮಾಯ ರಕ್ಷಿಪುದೆಂದು ಕೈ ಮುಗಿದು ಚಂದ್ರಹಾಸಂ ಬೇಡಿಕೊಳ್ಳುತ್ತಿದ್ದನು. ಮೊಳಗಿದವು ದೇವದೊಂದು ಬಿಗಳಂಬರದಿ ಪೂ ಮಳೆದೆರೆದು ದಬ್ರತೊಳ್ ಕೊಂಡಾಡಿದ ಮರದದಿ ಬಳಿಗ ಶ್ಯಾಂಭವಿ ಮಾಯವಾದಳು. ಬಳಿಗ
ശ്യാംഭവിമായ മാതളൂ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കത്രിക. ആൽഫീസിജോയുടെ പ്രോഗ്രാംസിന്റെ 2ാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 ഇതളുകളിൽ കേൾക്കാട്ടോ. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കണം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതിക്കോട്ടോ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം 685613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. അപ്പം ഇന്ന് ഷാൻചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.